ഈ ഒരു വീഡിയോ ലൈക്കിനോ റീച്ചിനോ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കുറച്ചായി ഈ ഒരു വീഡിയോ എടുക്കണം ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇന്നാണ് അതിനുപരി ഏറ്റവും നല്ല ദിവസം എനിക്ക് തോന്നുന്നു. ഇന്ന് ഈ ഒരു വുമൻസ് ഡേയിൽ എനിക്ക് 3 ഗേൾ ഫ്രണ്ട്സിനെ പറ്റി പറയണം തോന്നി. കാരണം കഴിഞ്ഞ 1.5 വർഷത്തില് ഒരു 4-5 മാസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി ഒന്നും ഉറങ്ങാതെ ടോട്ടലി ഡിപ്രസ്ഡ് ആയിട്ട് കോൺഫിഡൻസിന്റെ ഒരു 0.1% പോലും ഇല്ലാതെ, ഭക്ഷണം കഴിക്കാതെ, ഹെൽത്ത് വൈസ് വീക്കായി, മെന്റലി വീക്കായി, ടോട്ടലി ഒരു ഡിപ്രസ്ഡ് ഡാർക്കസ്റ്റ് ഫേസിൽ കൂടെ പോകുന്ന ഒരു സമയമായിരുന്നു അത്. ആ ഒരു ടൈമിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇവര് മാത്രമാണ്. രാത്രി 2 മണി ആയിക്കോട്ടെ 3 മണി ആയിക്കോട്ടെ, ഞാൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്റെ കൂടെ കോളിൽ അവർ അവൈലബിൾ ആയിരുന്നു. ത്രൂ ഔട്ട് ദ ഡേ ഞാൻ കഴിച്ചോ, ഞാൻ ഓക്കെ ആണോ, ഉറങ്ങുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവരുണ്ടായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ പോലും ആയിരുന്നില്ല, ഞാൻ ഡൽഹിയിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് ഒരു ലോൺലിനെസ് എല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും. ബട്ട് അന്ന് അവരെനിക്ക് അവരുടെ ആ ഒരു ടൈം അവിടെ തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എന്നെ കയറ്റിക്കൊണ്ടുവരാൻ പറ്റുമായിരുന്നില്ല. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ പോയിക്കൊണ്ടിരുന്നത്. ടുഡേ ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് ദം നോ ദാറ്റ് യു ഗൈസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീപ്പിൾ ഇൻ മൈ ലൈഫ്, ലൈക്ക് മൈ ഫാമിലി ഓൺലി. എന്റെ ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റില് ടിൽ എൻഡ് ഓഫ് മൈ ലൈഫ് അവരെപ്പോഴും ഉണ്ടാവും. ബിക്കോസ് ദേ ഗൈസ് സ്റ്റുഡ് വിത്ത് മീ വെൻ ഐ ഹാവ് നത്തിങ്. സോ എന്റെ കയ്യിൽ എന്ത് വരുവാണെന്നുണ്ടെങ്കിലും ദേ ഓൾസോ ഡിസേർവ് ഇറ്റ് സെയിം ആസ് ഇറ്റ് ഈസ്, മോർ ദാൻ എനി വൺ എൽസ് ഇൻ മൈ ലൈഫ്. ആൻഡ് ഐ ജസ്റ്റ് ലവ് ദം മോർ ദാൻ ദേ തിങ്ക്. സോ നിങ്ങൾക്കും ഇങ്ങനത്തെ ഫ്രണ്ട്സ് ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഷെയർ ദിസ് വീഡിയോ ടു ദം ആൻഡ് ലെറ്റ് ദം നോ ഹൗ മച്ച് ദേ ആർ ഇമ്പോർട്ടന്റ് ഫോർ യു, ഹൗ മച്ച് യു ആർ ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ഫോർ ദം. ബിക്കോസ് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം അതൊരു പാർട്ട്നേഴ്സിന്റെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയി അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. വാക്കുകളിലൂടെയും അല്ലാതെ ആണെങ്കിലും, അല്ലാതെ കെട്ടിപ്പൂട്ടി വെച്ച് കൊണ്ടുപോകേണ്ട ഒരു സംഭവമല്ല. സോ ഷെയർ ഇറ്റ് വിത്ത് ദം റൈറ്റ് നൗ.